സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശബരിമല സന്നിധാനത്ത് വീണ്ടും പരിശോധനയ്ക്ക് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ. നട തുറന്ന ശേഷം സന്നിധാനത്ത് സ്ട്രോങ് റൂം വീണ്ടും പരിശോധിക്കാനാണ് അദ്ദേഹത്തിന്റെ ആലോചന. എ.വി. ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ശബരിമലയിലെ സ്ട്രോങ് റൂം ഉൾപ്പെടെ തുറന്ന് വിശദമായി പരിശോധന നടത്തി കണക്കെടുപ്പ് നടത്താനാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കരനെ ഹൈക്കോടതി നിയോഗിച്ചത്. കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അദ്ദേഹം സന്നിധാനത്ത് 3 ദിവസം പരിശോധന നടത്തി. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഉൾപ്പെടെ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ വിശദമായി പരിശോധിച്ചു. പക്ഷേ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഒരു ദിവസം കൂടി സന്നിധാനത്തേക്ക് ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ വരും. കുറച്ചുകൂടി പരിശോധനകൾ ബാക്കിയുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ നട തുറന്ന ശേഷം സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്താമെന്നാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ആദ്യഘട്ടത്തിൽ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി അതിൻ്റെ തുടർച്ച എന്നോണം ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. തിങ്കളാഴ്ച പരിശോധന പൂർത്തിയാക്കി ജസ്റ്റിസ് ശങ്കരൻ എറണാകുളത്തേക്ക് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മാസം നട തുറക്കുമ്പോൾ ഒരുപക്ഷെ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഒരിക്കൽ കൂടി സന്നിധാനത്തെത്തി പരിശോധന നടത്തും. പക്ഷേ ഈ രാഷ്ട്രപതിയുടെ സന്ദർശനം, അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകൾ, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ പരിശോധന. എന്തായാലും സന്നിധാനത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കുക. എന്തായാലും വിശദമായി പരിശോധന നടത്തി ഇതിൻ്റെ കണക്കുകളും മൂല്യങ്ങളും ഒക്കെ മഹസർ നോക്കി താരതമ്യപ്പെടുത്തി പൊരുത്തക്കേടുകൾ ഉണ്ടോ ഉൾപ്പെടെ പരിശോധിച്ചായിരിക്കും വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.